ഹായ് ഫ്രണ്ട്സ്, ഇന്ന് തൃശ്ശൂർ പൂരമാണ്. അതായത് തൃശ്ശൂർക്കാരുടെ ഒരു അഹങ്കാരമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. മടത്തിൽ വരവിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇത്. ഇപ്പം നമ്മൾ കേട്ടത് ഒരു ചെറിയൊരു മേളാണ്. പക്ഷെ ചെറിയ മേളം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, അടിപൊളി മേളായിരുന്നു അത്. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. 3 ഗജവീരന്മാർ നിരന്ന് നിന്ന് അതിൻ്റെ ഫ്രണ്ടിൽ ഇതാ കണ്ടില്ലേ ഇങ്ങനെ മേളം. അതും അവർ എന്തു രസത്തിലാണെന്നറിയത്. മേളത്തിന് ശേഷം ബാക്കി 2 ഗജവീരന്മാർ തിരിച്ചു പോകും കേട്ടോ. പിന്നെ ഈ ഒരു ആന മാത്രം മുകളിൽ ദേവിയുടെ തിടമ്പുമായിട്ട് നടുവിൽ സ്വാമിയാർ മഠത്തിലേക്ക് പോകും. അപ്പോൾ അവിടെ ഒരു ആചാരമാണുള്ളത്. അവിടെ കുറേ പേര് ആ മഠത്തിലുള്ളവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ കുറേ അവിടെ ഉള്ള മഠത്തിലുള്ളവരും അല്ലാതെ കാണികളായിട്ടും നാട്ടുകാരും എല്ലാവരും അവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു പ്രധാന ചടങ്ങാണ് അവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ആനപ്പുറത്ത് ദേവിയുടെ തിടമ്പുമായിട്ട് ഈ ആന വരും. അപ്പോൾ അവിടെ ചെറിയൊരു മേളം ഉണ്ടായിരിക്കും. ഒരു ചെറിയൊരു മേളത്തിന് ശേഷമാണ് ആചാരം തുടങ്ങാം. ചെറിയൊരു മേളത്തിന് ശേഷം മേളം കൊട്ടിയവരും എല്ലാവരും അവിടെ നിന്ന് പോകും. അപ്പോൾ തിരുവമ്പാടി കണ്ണനാണ് ഇപ്പോൾ തിടമ്പെടുത്തിരിക്കുന്നത് ദേവിയുടെ. ഈ ദേവിയുടെ തിടമ്പ് ഇവിടെ പൂജിക്കാനായിട്ട് കൊടുക്കണം. അപ്പോൾ കണ്ടില്ലേ, അവിടെയുള്ള കൊട്ടിയ മേളക്കാരെല്ലാം തിരിച്ചു പോവുകയാണ്. ഇനി ദേവിയുടെ തിടമ്പ് ഇവിടെ ഏൽപ്പിച്ച് പൂജിക്കാനായിട്ട് ഈ മഠത്തിൽ കൊടുക്കണം. ഈ മഠത്തിൽ ഒരു 1-1.5 മണിക്കൂറുടെ പൂജയ്ക്ക് ശേഷം തിരുവമ്പാടി രാജശേഖരനാണ് പിന്നെ തിടമ്പുമായിട്ട് മഠത്തിൽ വരവിനായിട്ട് എഴുന്നള്ളുന്നത്. അപ്പോൾ അത് ഇവിടുത്തെ സ്ഥിരമൊരു ആചാരമാണ്. ആ ആചാരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഉണ്ട് അവിടെ ആ മഠത്തിലുള്ള ആൾക്കാരൊക്കെ അതിനുവേണ്ടി നോക്കിയിരിക്കുകയാണ്. ഇതാ കണ്ടില്ലേ, തിടമ്പ് താഴോട്ട് നമ്മുടെ തിരുവമ്പാടി കണ്ണൻ്റെ ശിരസിൽ നിന്ന് തിടമ്പ് താഴോട്ട് ഇറക്കി അവർ മഠത്തിനുള്ളിലേക്ക് പൂജയ്ക്കായിട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ഇപ്പം തന്നെ ആ തിടമ്പ് ഇറക്കിയതിന് ശേഷം ഈ ആന ഇവിടെ നിന്ന് തിരിച്ചു പോകും. അത് കഴിഞ്ഞ് ചന്ദ്രശേഖരൻ വന്ന് തിടമ്പുമായി മഠത്തിൽ വരവ് എഴുന്നള്ളിപ്പാണ്.